കോഴിക്കോട് ബീച്ചിൽ അരങ്ങേറിയ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ KDF-ലെ ക്ലാസ്സുകളെ പോലെ തന്നെ പ്രാധാന്യമറിയിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. 2 എക്സ്പീരിയൻസ് സോണുകൾ ഇവിടെ ഉള്ളത്. ക്ലാസ്സുകൾ നമുക്കറിയാം, നമ്മുടെ ചെവി കൊണ്ട് കേട്ട് നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ കഴിയും. എന്നാൽ ഇവിടെ ഉള്ള 2 എക്സ്പീരിയൻസ് സോൺ, ആ എക്സ്പീരിയൻസ് സോണിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ വന്ന ഓരോ മനുഷ്യരും അത് കയറുമ്പോഴാണ് ഓരോ ഭിന്നശേഷിത്വവും എന്തുമാത്രം ആ ഭിന്നശേഷി അനുഭവിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളതിനെ നേർക്കാഴ്ച 5 മിനിറ്റോ 10 മിനിറ്റ് കൊണ്ടോ സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച് കാണുകയാണ്. വീൽ ചെയറിലിരിക്കുന്ന ആളുകളുടെ പ്രയാസം എന്തൊക്കെയുണ്ട്, ചെവി കേൾക്കാൻ പറ്റാത്തവരുടെ, സംസാരിക്കാൻ പറ്റാത്തവരുടെ, കണ്ണ് കാണാത്തവരുടെ പ്രയാസങ്ങൾ സ്വന്തം ജീവിതത്തിൽ 5 മിനിറ്റ് കൊണ്ട് അനുഭവിച്ചറിയുന്ന ഓരോ മനുഷ്യരും തിരിച്ചിറങ്ങുമ്പോഴാണ് ഭിന്നശേഷി സൗഹൃദ കേരളം ഭാവിയിൽ കെട്ടിപ്പടുക്കാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്രയ്ക്ക് നല്ല 2 പ്രോഗ്രാമുകളായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് സോൺ. മാത്രമല്ല 21 ഭിന്നശേഷിയെക്കുറിച്ചും വളരെ വിശദമായി പ്രതിപാദിക്കുന്ന, ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്ന 21 വീഡിയോസും അവിടെ കാണാനുണ്ട്. ഈ അനുഭവത്തിൽ നിങ്ങളും പങ്കാളികളാകണം എന്ന് മാത്രമേ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഈ സന്ദേശങ്ങൾ എത്തിക്കാൻ നിങ്ങളുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ കുറിച്ചുള്ള ഒരു ചെറിയ ബ്രീഫാണിത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് ആശയവിനിമയം, പെരുമാറ്റം, പഠനം ഇതിനെയൊക്കെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. ഓരോരുത്തരിലും ഇത് ഓരോ രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് ഇതിനൊരു സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. ഒന്നാമതായി ഇതിൻ്റെ കാരണം എന്താണ്, എന്തല്ല. ശരിക്കും ഓട്ടിസത്തിൻ്റെ കൃത്യമായ കാരണം ഇപ്പോഴും നമുക്കറിയില്ല. തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിക്കുന്ന ചില ജനിതക പാരിസ്ഥിതിക കാരണങ്ങളാവാം എന്ന് ഡോക്ടർമാർ കരുതുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇത് മാതാപിതാക്കളുടെ തെറ്റുകൊണ്ടോ വാക്സിനുകൾ കൊണ്ടോ വരുന്ന ഒന്നല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. രണ്ടാമതായി അവർ നേരിടുന്ന വെല്ലുവിളികൾ. സോഷ്യലായിട്ട് സംസാരിക്കാനും കൂട്ടുകൂടാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം. അതുപോലെ ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുക, ചില പ്രത്യേക കാര്യങ്ങളിൽ മാത്രം ഭയങ്കര താല്പര്യം കാണിക്കുക, പിന്നെ ശബ്ദം, വെളിച്ചം ഇതൊക്കെ ചിലപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റില്ല. അവസാനമായി നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാം? നേരത്തെ തന്നെ ഇത് തിരിച്ചറിയുന്നതും സ്പീച്ച് തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി പോലുള്ളവ കൊടുക്കുന്നതും വളരെ നല്ലതാണ്. പിന്നെ നമ്മളെല്ലാവരും കുറച്ചുകൂടി ക്ഷമയോടും ദയോടും പെരുമാറുക. സ്കൂളിലും ജോലിസ്ഥലത്തുമൊക്കെ അവരെ കൂടെ കൂട്ടുക. ഇതൊക്കെ വലിയ മാറ്റമുണ്ടാക്കും. ചുരുക്കി പറഞ്ഞാൽ ശരിയായ പിന്തുണയും മനസ്സിലാക്കലും ഉണ്ടെങ്കിൽ ഓട്ടിസമുള്ള ഒരുപാട് പേർക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റും. അങ്ങനെ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ KDF ഒരു യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ആ ഫെസ്റ്റിവൽ വെന്യൂ എന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ ആശയം, മഹത്തായ ആശയം മുന്നോട്ട് വന്നപ്പോൾ തണൽ അത് വളരെ ശക്തമായിട്ട് അതിന് നേതൃത്വമെടുത്ത് മുന്നോട്ട് പോയപ്പോൾ നമ്മളെല്ലാവരും അതിന് കൂടെ നിന്നപ്പോഴും ചിലർക്കെങ്കിലും ചെറിയ കോണുകളിൽ നിന്നെല്ലാം ഇത് എത്രമാത്രം ഇത് വിജയമാകും എന്ന് ചെറിയ ചില അപ്രിഹെൻഷൻസ് ഉണ്ടായിരുന്നു, സ്വാഭാവികമായും. പക്ഷേ എല്ലാ കണക്കുകൂട്ടലുകളെയും പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് തന്നെ ഇത് നമ്മളെല്ലാവരും ഏറ്റെടുക്കുന്ന വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. എങ്ങു നോക്കിയാലും നമ്മുടെ ഭിന്നശേഷി സഹോദരന്മാർ ഒരുപാട് പേര് സ്വന്തം ഒരു മേളയായി കണ്ട് ഇവിടെ വരുന്ന കാഴ്ച വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. അത് നമ്മൾ കരുതിയ പോലെ തന്നെ അക്കാഡമിക് സെഷനുകളായാലും അതുപോലെ തന്നെ കൾച്ചറൽ പെർഫോമൻസുകളായാലും ഒക്കെ ഒന്നിനൊന്ന് മെച്ചം എന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളും കഴിഞ്ഞു. അതുപോലെ ഏറ്റവും ഹൈലൈറ്റായിട്ട് നമ്മൾ അന്നും കരുതിയിരുന്നതും ഇപ്പോൾ ജനങ്ങൾ ഏറ്റെടുത്തതും ഈ എക്സ്പീരിയൻസ് സോൺ തന്നെയാണ്. ഭിന്നശേഷിയെ സ്വയം അനുഭവിച്ചറിയാവുന്ന തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭിന്നശേഷി അവസ്ഥകളെ നേരിട്ട് അനുഭവിക്കാവുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസ് സോണിലൊക്കെ അഭൂതപൂർവമായ തിരക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ് ഇവിടെ വരുന്ന എല്ലാവരും തന്നെ പറയുന്നത്. അപ്പോൾ നമ്മുടെ KLF ഒക്കെ പോലെ ഇനി കോഴിക്കോടിൻ്റെ മുദ്രയായി മാറുന്ന തരത്തിൽ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവൽ വരുന്ന വർഷങ്ങളിലും ഉണ്ടാകും എന്ന് തന്നെയാണ്, ആ ഒരു ചിന്ത തന്നെയാണ്, ആ ഒരു ഊർജ്ജം തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. നമസ്കാരം.